Good morning, all. Today we are going to start our new chapter, Module 4 Performance Appraisal and Career Planning. First, we can check the meaning and definition of performance appraisal. It is a process of assessing, summarizing, and developing the work performance of an employee. Performance appraisal may be defined as a structured formal interaction between a subordinate and supervisor that usually takes the form of a periodic interview in which the work performance of the subordinate is examined and discussed with a view to identifying weakness and strength as well as opportunities for improvement and skills development. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് വെച്ചാൽ സിംപ്ലി ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ദി വർക്ക് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പീരിയോഡിക് ഇൻ്റർവ്യൂ, അതായത് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ പോലെ അവിടെ സബോർഡിനേറ്റിൻ്റെ വർക്ക് പെർഫോമൻസ് ആണ് എക്സാമിൻ ചെയ്യുക. അവരുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, അതേപോലെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഫോമിലുള്ള ഒരു ഡിസ്കഷനെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് വർക്ക് ഡൺ ബൈ എ എംപ്ലോയി വിച്ച് ഈസ് എക്സാമിൻഡ് ബൈ എ സുപ്പീരിയർ. ഒരു സബോർഡിനേറ്റ് ചെയ്ത വർക്ക് പെർഫോമൻസ് ഒരു സുപ്പീരിയർ എക്സാമിൻ ചെയ്യുക, അനലൈസ് ചെയ്യുന്നതാണ് എന്ത്, പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഓർ മെറിറ്റ് റേറ്റിംഗ്. പെർഫോമൻസ് അപ്രൈസലിന് നമ്മൾ മെറിറ്റ് റേറ്റിംഗ് എന്നുള്ളൊരു പേരും കൂടെ പറയും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. ഒരു ഓർഗനൈസേഷണൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഒരിക്കലും ഒരു സ്റ്റോപ്പായി പോവില്ല. ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നിടത്തോളം ഈ ഒരു പ്രോസസ്സും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. അതൊരു ഓൾ ഓൺ എ സഡൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, സെർട്ടൈൻ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ. സെക്കൻഡ്, ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻ ടേംസ് ഓഫ് ദി ജോബ്. ഒരു ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എംപ്ലോയിക്കുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻ ടേംസ് ഓഫ് ദി ജോബ്. അത് ജോബുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന, റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുകയാണ് പെർഫോമൻസ് അപ്രൈസലിൽ ചെയ്യുന്നത്. തേർഡ്, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും ടൂൾസൊക്കെ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് പീരിയോഡിക്കലി അക്കോർഡിംഗ് ടു എ ഡെഫിനിറ്റ് പ്ലാൻ. പീരിയോഡിക്കലി ഇത് കണ്ടക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സർട്ടൈൻ ഇൻ്റർവെൽസിൽ ഒരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 year കൂടുമ്പോൾ എന്നുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത്, the main purpose of performance appraisal is to secure information necessary to making objective and correct decision on employees. അത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രമോഷൻ അല്ലെങ്കിൽ വേറെ പല അവസരങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ അലോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡിസിഷൻസൊക്കെ എടുക്കുന്നത് ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിൻ്റെ ബേസിലാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയീസ് എക്സലൻസ്. ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ എംപ്ലോയീസിൻ്റെ എക്സലൻസ് റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റേറ്റിംഗ് ആണ് പെർഫോമൻസ് അപ്രൈസലിലൂടെ ചെയ്യുന്നത്. ഇത്രയാണ് എന്ത്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിൻ്റെ നീഡും ഇമ്പോർട്ടൻസും. ഫസ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ ആർക്കാണ് കൂടുതൽ ട്രെയിനിങ് കിട്ടേണ്ടത് അതൊക്കെ മനസ്സിലാക്കാൻ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. കാരണം ആരെ പെർഫോമൻസിലാണോ പ്രോബ്ലംസ് കാണുന്നത് അവർക്ക് കൂടുതൽ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സെക്കൻഡ്, ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ, പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. തേർഡ്, ഹെൽപ്സ് ടു ടേക്ക് പേഴ്സണൽ ഡിസിഷൻസ്. ഇവിടെ പേഴ്സണൽ മീൻസ് എംപ്ലോയീസ് ആണ്.
അതായത് എംപ്ലോയീസിന് എങ്ങനെ അവരുടെ പേ ഇൻക്രീസ് ചെയ്യുക, ഇൻക്രിമെൻ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, ഇനിയിപ്പോൾ ആരെങ്കിലും ഒഴിവാക്കണമെങ്കിൽ, ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡിസിഷൻസൊക്കെ എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഡിസിഷൻസൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് വൺ, യൂസ്ഫുൾ ടു റെക്ടിഫൈ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ എറ്റ്സെട്ര. അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രോസസ്സ് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ളത് പെർഫോമൻസ് അപ്രൈസലിലൂടെ മനസ്സിലാവും. കാരണം നമ്മൾ ഹയർ ചെയ്ത എംപ്ലോയീസ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു മെറിറ്റാണ് കാണിക്കുന്നതല്ലേ. അതേപോലെ നേരെ തിരിച്ച് എടുത്ത ആളുകൾ അത്രത്തോളം എഫക്റ്റീവ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ അത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പോലെയുള്ള പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാനും കൂടെ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത്, ക്രിയേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. ഇപ്പോൾ എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ അപ്രൈസ് ചെയ്യും അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും, കുറേ കൂടെ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അതൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യും. സിക്സ്ത്, ഹെൽപ്സ് ടു ഡെവലപ്പ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസ്. ഇങ്ങനെ കറക്റ്റായിട്ട് ഇവാലുവേഷൻ നടത്തി പ്രോപ്പർ ഫീഡ്ബാക്ക് അവർക്ക് കിട്ടി അതിനനുസരിച്ചിട്ടുള്ള കറക്ഷൻസൊക്കെ അവർ വർക്കിൽ വരുത്തുമ്പം എംപ്ലോയീസിന് അവരുടെ കോൺഫിഡൻസ് കൂടും. സെവൻത്ത്, എയ്ഡ്സ് ടു പേഴ്സണൽ റിസർച്ച്. അതായത് എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിസർച്ച് നടത്താൻ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. കാരണം പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ മാത്രമേ ഓരോ ഫീൽഡിൽ ഓരോ ഏരിയയിൽ വരുന്ന എംപ്ലോയീസിന് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണം, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ വെച്ചിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പേഴ്സണൽ റിസർച്ച്, എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എയ്ഡ്സ് ടു പേഴ്സണൽ റിസർച്ച്, അതായത് പേഴ്സണൽ റിസർച്ചിന് ഹെൽപ്പ് ചെയ്യും. എയ്ത്ത്, ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഓരോ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നയൻത്ത്, സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ. ഇറ്റ് ഹെൽപ്സ് സൂപ്പർവൈസേഴ്സ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ സബോർഡിനേറ്റ് സിസ്റ്റമാറ്റിക്കലി. അല്ലെ, പീരിയോഡിക് ഇൻ്റർവെല്ലിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ആണ്. നെക്സ്റ്റ്, ഇൻസ്പിരേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻസ്പയറിങ് എംപ്ലോയി റിലേഷൻ ത്രൂ മ്യൂച്വൽ കോൺഫിഡൻസ്. ഒരു എംപ്ലോയർ റിലേഷൻസ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ഇടയിൽ ഒരു ഇൻസ്പിരേഷൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, ഫീഡ്ബാക്ക്. എ പെർഫോമൻസ് അപ്രൈസൽ പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഫീഡ്ബാക്ക് ടു ദി എംപ്ലോയീസ്, സൂപ്പർവൈസർ ആൻഡ് പേഴ്സണൽ സ്പെഷ്യലിസ്റ്റ് ആൻഡ് അലൗ ദം ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഫർദർ. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പം എംപ്ലോയീസും ഫീഡ്ബാക്ക് കൊടുക്കും, അതേപോലെ എംപ്ലോയിക്കും ഫീഡ്ബാക്ക് കൊടുക്കും. അങ്ങനെ മ്യൂച്വലി ഫീഡ്ബാക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് പേർക്കും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആർക്കാണ് എംപ്ലോയീസ്, സൂപ്പർവൈസർ അല്ലെങ്കിൽ പേഴ്സണൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ നമ്മൾ ഇന്ന് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മീനിങ് പറഞ്ഞു, അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറഞ്ഞു.